അലീന രോഹിത്തിനെ വിളിക്കാണ്. എടാ മോനെ, നീ എന്തെടുക്കാ? ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ലേ ചേച്ചി, ഇന്ന് ലീവായിരുന്നു, ഞാൻ പോയില്ല. അല്ല, കൃഷ്ണമ്പോളും ബബിത എവിടെ? രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. പുതിയ സെർവൻ്റ് വന്നിട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട. അമ്മയും ആ ചേച്ചിയും കൂടി ഒരു കെട്ട, പിന്നെ ഞങ്ങൾ വേറൊരു ഇതും. അങ്ങനെ ആകെപ്പാടെ ഇവിടെ ജഗ പുകയാ. അത് മാത്രമല്ല, ആ ചേച്ചിയെ രണ്ടിനും ഇടയിൽ കിടന്ന് നക്ഷത്രം എണ്ണുന്നുണ്ട്. അമ്മ ടേബിളിൽ ഇരിക്കാൻ പറയും, അച്ഛൻ ഇറങ്ങാൻ പറയും. ആ ചേച്ചി കട്ടിലേ കിടന്നെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ബഹളമായിരുന്നു തറയിൽ കിടക്കാന്. അതെന്തിനാ മോനെ തറയിൽ കിടക്കുന്നത്? അവിടെ കട്ടിലല്ലേ ചുമ്മാ കിടക്കുന്നേ. ആ ചേച്ചി കിടന്നാ എന്തെങ്കിലും സംഭവിക്കോ? എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ള മുതലാളിമാരുടെ ശീലമാണല്ലോ. ഒരു പാവപ്പെട്ടവർ വന്നാൽ അവരെ കട്ടിലേ കിടത്തില്ല. അവർ കിടന്നാൽ എന്തോ സംഭവിക്കുന്ന ഇവരെയൊക്കെ വിചാരം. ഒരു മുറി അവർക്ക് വേണ്ടി എനിക്ക് കൊടുത്തൂടെ? നന്നായി കിടന്ന് സുഖമായിട്ട് ഇറങ്ങിയാൽ അവർക്ക് ജോലി ചെയ്യാൻ ഒന്നുകൂടെ ആക്റ്റീവ് ആയിക്കൂടെ? ഇന്നലെ അവർ എഴുന്നേറ്റപ്പോൾ 6:45 അങ്ങോട്ട് കഴിഞ്ഞു. ഇന്നലെ ഇവിടെ അമ്മ ബഹളമായിരുന്നു. ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റിരുന്നുണ്ടല്ലേ ചേച്ചി? ഞങ്ങൾ അടുക്കളയിൽ ഓരോ ജോലി ചെയ്തപ്പോഴൊക്കെ വന്ന് അമ്മ വഴക്ക് പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അതിനുശേഷം പിന്നെ ഞങ്ങളെ ആരെയും അടുക്കളയിലേക്കേ കയറ്റിയിട്ടില്ല. കൃഷ്ണമോളും ഞാനും ബബിതയും 3 പേരും കൂടി നല്ല എൻജോയ് ചെയ്ത ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം അമ്മ മുടക്കി എന്ന് പറയുന്നുണ്ട്. താൻ ശീലിച്ചു പോകുന്ന ശീലങ്ങളും താനവരെ പഠിപ്പിച്ചിരുന്നതെല്ലാം മാറി മറിച്ചുവെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീനയ്ക്ക് വല്ലാണ്ട് സങ്കടമായിട്ടുണ്ട്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ രീതിയിലേക്ക് കുട്ടികളെ താൻ ഉയർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു കളങ്കവോ ഒരു ദേഷ്യമോ ഒന്നുമില്ലായിരുന്നു. എല്ലാവർക്കും പരസ്പര സ്നേഹവും സാഹോദര്യം മാത്രം. എല്ലാവരും കൂടി എല്ലാ ജോലിയും ചെയ്ത് നല്ല അച്ചടക്കമുള്ള പിള്ളേരായിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് വരുമായിരുന്നു. എല്ലാം അമ്മ നശിപ്പിച്ചു എന്നലീന മനസ്സിൽ കരുതുന്നുണ്ട്. അല്ല, രേവതിക്കുട്ടി വിളിക്കാറുണ്ടോ? വിളിച്ചിരുന്നു, ഇന്നലെയോ മിനിങ്ങാന്നോ അങ്ങാണ്ട്. എന്ത് പറയുന്നു അവൾ? അല്ല, ചേച്ചിയെ വിളിച്ചില്ലേ? എന്നെ ഇന്നലെ വിളിച്ചിരുന്നു, ഇന്നലെ വിളിക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. ഭയങ്കര ദേഷ്യ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അത് മാത്രമല്ല, ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായെങ്കിലും അവിടെയായിരുന്നു അവൾക്ക് കൂടുതൽ സൗകര്യം. അങ്ങോട്ടേക്ക് വരാനൊക്കെ പറ്റുമായിരുന്നല്ലോ. എനിക്ക് എപ്പോൾ വേണേലും അവളുടെ അടുത്തേക്ക് ചെല്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ എന്താ ചേച്ചി? അവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റില്ലേ? പപ്പയുടെ അനുവാദമൊക്കെ മേടിക്കണ്ടേ? പപ്പയോ? അത് പിന്നെ ഞാനിവിടുത്തെ സാറിനെ പപ്പാന്നാ വിളിക്കുന്നത്. അത് കൊള്ളാലോ. ഇവിടെ വന്നപ്പോൾ അച്ഛനെ വിളിച്ചതുപോലാണോ? അത്രയ്ക്ക് അടുപ്പൊന്നും ആയിട്ടില്ല. എങ്കിലും പപ്പാന്ന് വിളിച്ചാൽ മതി എന്നാ എന്നോട് പറഞ്ഞത്. ആ പ്രായമുള്ള ആളാ, അതുകൊണ്ട് ഞാനും പപ്പാന്നാ വിളിക്കാറ് എന്ന് പറയാൻ കേട്ടോ. അറിയാതെ അലീന പപ്പാന്ന് പറഞ്ഞു പോയതാണ്. അതങ്ങനെ അലീന വളച്ചൊടിച്ച രീതിയിലാക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ടോ? ചേച്ചിയുടെ പണി എന്താ? അത് പിന്നെ ഇവിടെ 150 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലെ കണക്കുകൾ നോക്കുക, അത്രേ ഉള്ളൂ. വിറ്റുവരവ്, ചെലവ്, വളം, അങ്ങനെയുള്ള മുടക്കുമുതലും വരവും എല്ലാം നോക്കണം. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ വീട്ടുജോലിയൊന്നും ചെയ്യണ്ടേ ചേച്ചി? ഇല്ല, ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയൊരു ബംഗ്ലാവാ. പുറം പണിക്ക് വേറെ ആളുണ്ട്. ഓളിനോളായിട്ട് ഒരു ആൻ്റപ്പൻ ചേട്ടൻ, പിന്നെ ഡ്രൈവറിനായിട്ട് ബൈജു ചേട്ടനും വേറൊരു ചേട്ടനും ഉണ്ട്. അടുക്കളക്കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് പൗലോസ് എന്ന് പറഞ്ഞ ചേട്ടനാ. വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരു ചേച്ചിയും രാവിലെ വരും. ഇതെല്ലാം ഇവിടുത്തെ ഒരാൾക്കൊണ്ടുള്ള പണിക്കാരാ. കൊള്ളാലോ, ഒരു വീടിന് ഇത്രയും ജോലിക്കാരോ? അതുമായിട്ട് താമസിക്കുന്നത് അയാൾ മാത്രമാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അതെ, പപ്പ മാത്രമായിട്ട് താമസിക്കാനുള്ളൂ. ഇപ്പം ഞാനും. ചേച്ചിക്ക് പേടിയില്ലേ ഇത്ര ആണുങ്ങളുള്ളപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ? അതൊക്കെ ഒരു ധൈര്യമില്ല മോനെ. അത് മാത്രമല്ല, ആ സാറ് വളരെ മാന്യനാ. പിന്നെ നമ്മളുടെ അങ്കിളുണ്ടല്ലോ ഗംഗാധരമേനോൻ, അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാളാ, പരിചയക്കാരനാ. രണ്ടുപേരും ഒരേ മിലിറ്ററി സർവീസിലായിരുന്നു ജോലി. അതുകൊണ്ടാ അങ്കിളിനോട് ചോദിച്ചിട്ടാ അച്ഛൻ ഇവിടെ കൊണ്ടാക്കിയത്. അതുകൊണ്ട് വിശ്വസിക്കാം. ആ അങ്കിളിൻ്റെ ജോലിക്കാരാണല്ലോ ബാക്കി എല്ലാവരും. അതുകൊണ്ട് അവരെല്ലാവരും അദ്ദേഹത്തെ അനുസരിച്ച് നിൽക്കും. ഒരു പട്ടാളക്കാരനാണല്ലോ, എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട്. വിശ്വസിക്കാവോ ചേച്ചി? പൂർണ്ണമായും വിശ്വസിക്കാം, 100%. കാരണം വെല്ലങ്ങളുടെ ഉറ്റ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാണ്. എന്തായാലും ഞാൻ രേവതിക്കുട്ടി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വൈജ കയറി വരുന്നുണ്ട്. ആരാടാ ഫോണിൽ എന്ന് ചോദിക്കുമ്പം അലീന ചേച്ചിയാ. ഇവിടുന്ന് പോയാലും അവൾ നിന്നെ ഒന്നും വിടാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല അല്ലേ? നിന്നെയും നിന്റെ അച്ഛനെ തുരുതുരെ വിളിക്കുന്നുണ്ടല്ലോ. നാണമില്ലടാ അവക്ക് എന്ന് ചോദിക്കുമ്പം അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നത്? എന്താടാ, ഞാൻ ഈ മുറിലേക്ക് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് ഈ മുറിയിലേക്ക് കടന്നു വരാൻ പറ്റില്ലേ?
അമ്മ വന്നോ, കുഴപ്പമില്ല, പക്ഷെ അത് അലമുണ്ടാക്കാനാവരുത്. പിന്നെ 10-23 വയസ്സുള്ള ഒരാളാണ് ഞാൻ. ഈ മുറിലേക്ക് വരുമ്പം കുറച്ചൊക്കെ ഡീസൻസി പാലിക്കണം. ഒന്ന് ഡോറിൽ മുട്ടിന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എനിക്കും ഒരു പ്രൈവസിയൊക്കെ വേണ്ടേ? ഓ പിന്നെ പ്രൈവസി, ഞാൻ പ്രസവിച്ച മോനാണെങ്കിലേ അതിൻ്റെ പ്രൈവസിയുടെ ആവശ്യമൊന്നുമില്ല. ഏത് നേരം വേണമെങ്കിലും എനിക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം. അങ്ങനല്ലമ്മേ, ഞാൻ അമ്മ പ്രസവിച്ച മകനാണെന്ന് പറഞ്ഞാലും പ്രായപൂർത്തിയായ ഒരാളാണ് ഞാൻ. എൻ്റെ മുറിലേക്ക് വരുമ്പം ആ പെർമിഷൻ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്തത്. പുറം രാജ്യത്തൊക്കെ അങ്ങനെ. പുറം നാട്ടിലെ കാര്യമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇവിടെ എങ്ങനെയാണ് രീതി അത് മതി. അമ്മേ, അച്ഛൻ ഇപ്പോഴും ഈ ഡോറിൽ വന്ന് മുട്ടിയിട്ടേ അകത്തേക്ക് കയറാറുള്ളൂ. അച്ഛൻ മാത്രമല്ല, ബബിയും കൃഷ്ണമോളും എല്ലാവരും. അച്ഛന് റെസ്പെക്റ്റ് പോലും അമ്മയ്ക്കില്ലല്ലോ അമ്മേ എന്ന് ചോദിക്കാണ്. ഇല്ലടാ, എനിക്ക് അത്രയ്ക്ക് റെസ്പെക്റ്റ് ഒന്നും ഇല്ല. നിന്റെ അച്ഛൻ്റെ റെസ്പെക്റ്റ് കൂടിപ്പോയിട്ടാ ഇപ്പം ഈ സംഭവിച്ചതല്ല. ഏതോ ഒരുത്തി വന്ന് കയറിയപ്പോൾ അവളുടെ ഡോറിന് നിന്റെ അപ്പം മുട്ടാൻ പോയതുകൊണ്ടാ ഇത്രയൊക്കെ പ്രശ്നം. ഛേ, അമ്മ എന്ത് പറഞ്ഞാലും അവസാനം ഇതിൽ വന്നങ്ങ് നിൽക്കും. ആ ചേച്ചി പാവ, അമ്മയ്ക്ക് അറിയാമല്ലാഞ്ഞിട്ടാ. അവിടെയാണെങ്കിലേ ഇപ്പം അവിടെ ഒരു അങ്കിളുണ്ട്. അവര് പൊന്നുപോലെയാ ചേച്ചിയെ നോക്കുന്നത്. വീട്ടു ജോലിക്ക് തന്നെ 5-6 പേരുണ്ടെന്നാ പറഞ്ഞേ. ചേച്ചിക്ക് ഒന്നും ചെയ്യണ്ട. പിന്നെ എന്താടാ അവൾക്കവിടെ പണി? ചേച്ചി ആ എസ്റ്റേറ്റിലെ കണക്കെടുത്താം. അവിടെ വരവ് ചെലവ് കണക്കുകളും ബാക്കിയെല്ലാം ചേച്ചി നോക്കണം. അത് മാത്രമാണ് അവിടുത്തെ ജോലി. ഒരു പട്ടാളക്കാരനാണെന്നാ പറഞ്ഞത് അയാള്. പട്ടാളക്കാരനോ? അതെ, നമ്മുടെ ഗംഗാധരനങ്ങളില്ലേ, അമ്മയുടെ മൂത്ത ആങ്ങളാ. ആ അമ്മാവൻ്റെ ഏതോ ഒരു ഫ്രണ്ടാ അവിടുത്തെ ആള്. അയാളുടെ കീഴിലാ ചേച്ചി ജോലി ചെയ്യുന്നത്. അമ്മാവൻ്റെ ഏത് ഫ്രണ്ട്? അതൊന്നും എനിക്കറിയില്ല. ചേച്ചിയെ പറഞ്ഞത് ഒരു ഫ്രണ്ടാണെന്ന്. ആ ഫ്രണ്ട് ആയതുകൊണ്ടാ അച്ഛൻ വിശ്വസിച്ച് അവിടെ കൊണ്ട് ഏൽപ്പിച്ചെന്നാ ചേച്ചി പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആങ്ങളെയും പോയി കണ്ട് അയാളോടും തീരുമാനിച്ചിട്ടാണോ ബാലേന്ദ്രൻ ഇവളെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചത്? പിന്നെ ചേച്ചീനെ കൊണ്ടായി അങ്ങനെ എവിടെയെങ്കിലും തള്ളാൻ പറ്റുമോ? ചേച്ചി ഒരു പെൺകുട്ടിയല്ലേ, എവിടെ ചെന്നാലും അവർക്ക് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തടം നോക്കിയല്ലേ ചേച്ചീനെ അയക്കാൻ പറ്റുള്ളൂ. അതിന് മാത്രം അവൾ ആരാടാ? ഇവിടുന്ന് ഓരോ ജോലിക്കാരികൾ പിരിഞ്ഞു പോയല്ലോ. അവളുമാർ എവിടേക്കാ പോയെന്ന് നിന്റെ അച്ഛൻ തിരക്കിയോ? അതോ അവളുമാർക്ക് പുതിയ പണി മേടിച്ചു കൊടുത്തോ? ഇല്ലല്ലോ. പിന്നെ ഇവളുടെ കാര്യത്തിൽ മാത്രം തന്നെ അച്ഛൻ ഇത്രയ്ക്ക് ശുഷ്കാന്തി എന്ന് ചോദിക്കുമ്പോൾ, ബാക്കിയുള്ള ജോലിക്കാരെ പോലെയാണോ അമ്മേ അലിന ചേച്ചി? ചേച്ചി ഞങ്ങളുടെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയല്ലേ? കൂടപ്പറപ്പിനെ പോലെയാണല്ലോ, അല്ലാതെ കൂടപ്പറപ്പല്ലല്ലോ. നിന്റെ അപ്പൻ കുറേ കാലം അവൾ സ്വന്തം മോളാന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചില്ലേടാ. അപ്പത്തന്നെ മനസ്സിലാക്കിക്കൂടെ രണ്ടുപേർക്കിടയിൽ എന്തോ കള്ളമുണ്ടായിരുന്നെന്ന്? നീ എന്താടാ പൊട്ടനെ പോലെ ഒന്നും മനസ്സിലാകാത്തപ്പോൾ നടക്കുന്നത്? അമ്മേ, എനിക്കിതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാ ഞാൻ കണക്കാക്കുന്നത്. അച്ഛനും അങ്ങനെ തന്നെയാ, സ്വന്തം മോളെ പോലെ. ദയവ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ വന്ന് വിള്ളലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് രോഹിത് അമ്പൂരിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. വൈജ് പിന്നാലെ പോയിട്ട്, എടാ ഞാനാണോ പ്രശ്നക്കാരൻ? ഞാനാണോ എല്ലാം ഉണ്ടാക്കിയത്? പിന്നെ അമ്മയല്ലാതെ വേറെ ആരാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോവാണ്. താഴെയപ്പോഴേക്കും കൃഷ്ണൻ ബാബുജി ഇറങ്ങി വന്നിട്ട്, എന്താ രോഹിയേട്ടാ, എന്താ വിഷയം? എന്ത് വിഷയം? പതിവ് പല്ലവി തന്നെ. അലിന ചേച്ചി എന്നെ വിളിച്ചിരുന്നു, അത് കണ്ടുകൊണ്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് വഴക്കുണ്ടാക്കാൻ? ഞാനാണോ വഴക്കുണ്ടാക്കിയത്? പിന്നെ ആരാ? അമ്മ തന്നെയല്ലേ ഇപ്പോൾ കിടന്ന് ബഹളം വച്ചത്? ചേട്ടൻ മുറിലേക്ക് പോയിട്ട് വഴക്കുണ്ടാക്കിയത് അമ്മയല്ലേ എന്ന് ചോദിക്കാണ്. എന്താടി നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അവകാശമില്ലേ എൻ്റെ മോൻ്റെ റൂമിലേക്ക് കയറാൻ? അമ്മയ്ക്ക് എല്ലാ മുറി കയറാനുള്ള അവകാശമുണ്ട്. അമ്മ ഞങ്ങളുടെ അമ്മയുമാണ്. പക്ഷേ അമ്മ ആ രീതിക്കല്ല പെരുമാറുന്നത്. ഞങ്ങൾ പലതവണ പറഞ്ഞു, ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ചേച്ചി അച്ഛനും അങ്ങനെയല്ല എന്ന്. ചേച്ചി അച്ഛൻ്റെ സ്വന്തം മോളെ പോലെയാ. അതമ്മ ഇനിയെങ്കിലും മനസ്സിലാക്ക്. അനാഥ പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അച്ഛനും ചേച്ചിയോട് ഇത്രയ്ക്ക് സ്നേഹം എന്ന് പറയുന്നുണ്ട്. എടീ, ഞാൻ ചോദിക്കാൻ അതൊന്നുമല്ല. ഇവിടെ എത്രയോ ജോലിക്കാർ വന്നു, അവരോടൊന്നും ഇല്ലാത്ത മമതയും സ്നേഹം കൂറും ഇയാൾക്കെന്തിനാ അവളോട്? അതുമാത്രമല്ല, ഏകദേശം 10-15 ലക്ഷം രൂപയും മേളിൽ അയാൾ ഈ 6 മാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. അവൾക്ക് അയാൾ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അവരൊരു അനാഥക്കുട്ടി ആയിരുന്നില്ലേ? അച്ഛന് ആ ഒരു സോഫ്റ്റ് കോർണറായിരിക്കും. ഇവിടെ വന്നവരെല്ലാവരും പ്രായമായവരായിരുന്നല്ലോ, വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളവര്. ചേച്ചി മാത്രമല്ലേ ചെറിയ പെൺകുട്ടിയാണെന്നുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രായമല്ലേ ചേച്ചിക്കും. അതുകൊണ്ടായിരിക്കും അച്ഛനും ചേച്ചിയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയത് എന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ചെറിയ പെൺകുട്ടിയായിരുന്നുകൊണ്ട് നിന്റെ അച്ഛന് തോന്നിയ ഇഷ്ടത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഛേ, അമ്മ എന്ത് പറഞ്ഞാലും തിരിച്ച് വളഞ്ഞു പിടിച്ച് ഇവിടെ തന്നെ എത്തിച്ചേരുമല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാണ്. ബബിത
ബബിത മുറിയിലേക്ക് കയറി പോകുമ്പം രോഹി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതേടാ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും മൂന്ന് വഴിക്ക് പോയിക്കോ. അവസാനം കല്യാണം കഴിച്ചുകൊണ്ട് നിന്റെ തന്ത അവളെയും കൂട്ടി കയറി വരും. അപ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് വൈജ പറയുന്നുണ്ട്. ഇതും കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതൊക്കെ നിന്റെ വീട്ടിലെ തറവാട്ടിലുള്ളവരായിരിക്കും അങ്ങനത്തെ ശീലം. എൻ്റെ വീട്ടിലെ ആര് ചെയ്തെന്നാ ബാലൻ പറഞ്ഞു വരുന്നത്? അതെനിക്കറിയില്ലല്ലോ, നിങ്ങൾക്കല്ലേ അറിയുള്ളൂ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും പോവോ, പേടിച്ച് പ്രസവിക്കുവോ, വേറെ കുട്ടി ഉണ്ടാക്കുവോ, അവിഹിതം ഉണ്ടാക്കുകയോ ചെയ്തത് ആരാന്നൊക്കെ ആർക്കറിയാം? വൈജയുടെ ചങ്ക് ഒന്ന് പെടയുന്നുണ്ട്. ബാലചന്ദ്രൻ എന്താ അങ്ങനൊരു വർത്താനം? അവിടെ ആര് പോയെന്നാ ബാലൻ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ലല്ലോ നിങ്ങളുടെയൊക്കെ രഹസ്യങ്ങള്. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് എന്നെ പറയാൻ ശ്രമിക്കണ്ട. അലീനയും ഞാനും അത്രക്കാരനല്ല, മനസ്സിലായല്ലോ? ഇനി നിന്റെ വായിനത് വീഴുന്ന ഞാൻ കേട്ടാ പല്ലടിച്ച് നിന്റെ വായിലിടും. എങ്കിലും അടിക്ക്, എന്നെ അടിക്ക്, ഇപ്പൊ തന്നെ അടിക്ക്. ഞാൻ നോക്കട്ടെ ബാലേന്ദ്രൻ എന്നെ തല്ലുവെന്ന്. എടീ, തല്ലാനേ എനിക്കൊരു മടിയുമില്ല. ഇതുപോലെ അഹങ്കാരികളായ പറഞ്ഞനുസരിക്കാത്തവന്മാരെയൊക്കെ തല്ലി തന്നെ ശരിയാക്കണം. പക്ഷേ എൻ്റെ ആണത്തം അതിന് സമ്മതിക്കില്ല. നിന്നെപ്പോലൊരു പീറപ്പെണ്ണിനെ അടിച്ചാലേ എൻ്റെ കൈ അശുദ്ധമാകും. അതുകൊണ്ടൊരിക്കലും ഞാൻ നിന്നെ തല്ലില്ല. നിന്നെ തല്ലാന് നിന്റെ തന്തയും നിന്റെ ആങ്ങളമാരും ഉണ്ടായിരുന്നല്ലോ, അവരായിരുന്നു നിന്നെ തല്ല് നേരെയാക്കേണ്ടത്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ കതിരിനോട് വളമിട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നെക്കൊണ്ട് അതിന് പറ്റില്ല. നിന്നെയൊക്കെ അടിച്ച് എൻ്റെ കൈയും ഇങ്ങോട്ട് നശിപ്പിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അകത്തേക്ക് കയറി പോവാണ്. വൈജ അവളുടെ ദേഷ്യം മൊത്തം ആ ഡെസ്കിന് കിടിച്ച് തീർക്കുന്നുണ്ട്. സുനിത ചോദിക്കാണ്, മാഡം അത്താഴത്തിന് എന്താ എടുക്കേണ്ടത്? എന്തെങ്കിലും പോയി ഉണ്ടാക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളെ കൂടി പറഞ്ഞയക്കാണ്. അടുക്കള പോയി സുനിത ഇങ്ങനെ സ്വയമേ പറയാണ്, ഹോ, ഏത് നേരത്താണ് ഈശ്വര ഈ നാശം പിടിച്ച വീട്ടിലേക്ക് എനിക്ക് വരാൻ തോന്നിയത്? എന്നും തല്ലും വഴക്കും അടിയും മാത്രം എന്നും പറഞ്ഞ് സുനിത അവിടെ ഇരുന്നുകൊണ്ട് പെറുപിറുത്തോണ്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ രോഹിത് മുറിയിലേക്ക് പോകുമ്പം രേവതിക്കുട്ടി രോഹിത്തിനെ വിളിക്കാണ്. രോഹിത്തിനെ വിളിക്കുമ്പം രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അല്ല മരംകത്തി, എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ ഇല്ലാതെ ഓർക്കാതെ പീഡനവീര, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ല, ചേച്ചി വിളിച്ചിരുന്നോ എന്ന് രോഹി ചോദിക്കുമ്പം ആ മുമ്പേനെ വിളിച്ചിരുന്നു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. എന്തുണ്ട് ചേച്ചിക്ക് വിശേഷം? എന്ത് വിശേഷം? നല്ല സുഖമായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. എങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. ചേച്ചി ഒറ്റയ്ക്ക് അത്ര ആണുങ്ങളുടെ കൂടെ. ഓ, ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. എത്രയൊക്കെ നല്ലൊരാളാണെന്ന് പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവോ? അത് ശരിയാ, വീറിനെ പോലെ ആയിരിക്കുമല്ലേ എല്ലാവരും. അപ്പോഴേക്കും അവൻ്റെ മുഖം ഒന്ന് മാറുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. ഹലോ വീര, പോയോ എന്ന് ചോദിക്കുമ്പം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ രോഹിയേട്ടാ, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുമ്പം എങ്കിലും ഞാനിതൊക്കെ മറക്കാൻ ശ്രമിക്കാം. രേവതിക്കുട്ടി ഓരോ തവണ പറയുമ്പോഴും എൻ്റെ മനസ്സിലത് ആണി അടിച്ച് കൊള്ളുന്ന പോലുണ്ട്. സോറി, ഇനി ഞാൻ പറയില്ല കേട്ടോ എന്ന് പറയാണേ. കേട്ടോ വീര എന്നും പറഞ്ഞ് വീണ്ടും കളിയാക്കുന്നുണ്ട്. ചേച്ചിയാണെങ്കിലോ അവിടെ ഇപ്പം നല്ല ഹാപ്പിയാ, ഒരു കുഴപ്പമില്ല. ചേച്ചിയുടെ പപ്പയല്ലേ, പിന്നെ അപ്പച്ചനും ഉണ്ടല്ലോ എന്ന് പറയുമ്പം ചേച്ചിയുടെ പപ്പയോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ചേച്ചി അയാളെ പപ്പ എന്നാണല്ലോ വിളിക്കാറ്. പിന്നെ അപ്പച്ചൻ എന്ന് പറയുന്നത് ആ പപ്പയുടെ പപ്പയാ, അതായത് അവധുക്കുട്ടിച്ചായ എന്ന് പറഞ്ഞ ഒരാളാ. അയാളും ഉണ്ട് അവിടെ എന്ന് പറയുമ്പം ആഹാ കൊള്ളാലോ, അത് ചേച്ചി കൊണ്ട് പറഞ്ഞില്ല. പപ്പ എന്നാ വിളിക്കുന്നതെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അവിടുത്തെ അമ്മാവൻ, എൻ്റെ വലിയമ്മാവനുണ്ടല്ലോ ഗംഗാധരമേനോൻ, അദ്ദേഹത്തിൻ്റെ ഏതൊരു സുഹൃത്താണ് അവിടുത്തെ മിലിറ്ററിക്കാരനെന്നാ പറഞ്ഞത്. വേറൊന്നും പറഞ്ഞില്ല. അല്ല, നമ്മൾ എപ്പോഴാ കൊളുത്തുപുഴയ്ക്ക് പോണത്? നമ്മളോ? പിന്നല്ലാതെ, നീ വരുന്നില്ലേ എന്ന് രേവതിയോട് ചോദിക്കുമ്പം എനിക്കും പോണമെന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോവാം. രോഹിയേട്ടനും ബബിത ചേച്ചിയും പിന്നെ കൃഷ്ണമോളും ഞാനും പിന്നെ മനുവേട്ടനും വേണം കേട്ടോ. മനുവേട്ടനും ഞാനും ഗ്രേസമ്മയും മാമച്ചനങ്ങളും ഇത്രയും പേർ കൂടി നല്ല ട്രിപ്പ് പോലെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വന്നാലോ? എന്നാ പോണത്? നമുക്ക് എത്ര ഉണ്ടെന്ന് സെറ്റാക്കാം എന്ന് രോഹി പറയാണ്. കട്ടിലയിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് തലകാണെ ചാരി കിടന്നാണ് രോഹി സംസാരിക്കുന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടിച്ചു പൊളിച്ച് ട്രിപ്പ് പോകണം. അന്ന് പോയത് എന്ത് രസമായിരുന്നല്ലേ? ചിന്നുമോളെയും കൊണ്ട് പാർക്കിലും ബീച്ചിലും എന്ത് അടിപൊളിയായിരുന്നു. അതുപോലെ ഇനി നമുക്ക് പോകണം എന്ന് പറയാണ്. എനിക്ക് സമ്മത, നമുക്ക് എപ്പോൾ വേണമെന്ന് എല്ലാവരോടും പ്ലാൻ ചെയ്യാം. മനുവേട്ടൻ്റെ സൗകര്യം കൂടി നോക്കണമല്ലോ, ഏട്ടനും ഇങ്ങോട്ട് വരണ്ടേ? രേവതിക്കുട്ടി പറയാണ്. ആര്യനെ ചേച്ചി അടുത്തേക്ക് പോകാനെന്ന് പറഞ്ഞാലേ മനുവേട്ടൻ അപ്പം തന്നെ ചാടി പുറപ്പെടും.
പറയേണ്ട സെക്കൻഡ് ആ ചേട്ടനെ അപ്പോളെ ഇങ്ങി പുറപ്പെടും, അപ്പോഴേ ഇങ്ങി എത്തും ആള് എന്നും പറഞ്ഞ് രേവതി പറയുമ്പം അത് ശരിയാ, രണ്ടുപേരെയും ഒന്നിച്ചാൽ മതിയാന്നല്ലേ. രണ്ടുപേരും പരസ്പരം പ്രണയം പറഞ്ഞിട്ടില്ലെങ്കിലും എന്തൊരു സ്നേഹം രണ്ടുപേർക്കും. ആര് പറഞ്ഞു? മനുവേട്ടൻ പറഞ്ഞതാ ചേച്ചിയുടെ ഇഷ്ടമാണെന്ന്. ആണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നല്ലാതെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാവോന്ന് ചോദിച്ചതുവാ. അപ്പോൾ ചേച്ചി എന്ന് മറുപടി പറഞ്ഞു. ചേച്ചി പറഞ്ഞത് ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ, എന്തെങ്കിലും ഒരു കരക്കെത്തട്ടെ എന്നിട്ട് മതിയെന്ന് പറഞ്ഞിരിക്കുക. അതിനി എപ്പോഴാ? രണ്ടുപേരും കെട്ടുകയാണെങ്കിൽ അതോടുകൂടി എല്ലാ പ്രശ്നവും സോൾവ് ആയില്ലേ. മനുവേട്ടൻ ചേച്ചിയെ വിവാഹം കഴിക്കുന്നു, അതോടുകൂടിയിട്ട് ചേച്ചി ഒരു അനാഥപ്പെണ്ണല്ല, ഒരു ഭർത്താവുണ്ടല്ലോ, വീട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, അവർക്ക് കുട്ടികളുണ്ടാവുന്നു. അങ്ങനെ പിന്നെ ഇവിടുത്തെ അമ്മയാണെങ്കിലും അവിടുത്തെ കമലാൻ്റി ആണെങ്കിലും ആരും ചേച്ചിനെ കുറ്റപ്പെടുത്തില്ല. അച്ഛനെ വെച്ച് അമ്മ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, അതും പിന്നീട് കേൾക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, അതിന് കമലയാൻ്റി സമ്മതിക്കണ്ടേ? കമലയാൻ്റി മരിച്ചു കളയുന്നാ പറഞ്ഞത്, അതും ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ചേച്ചിക്ക് എന്തൊക്കെയോ ടാർഗറ്റ് ഉണ്ട്, അതെല്ലാം അച്ചീവ് ചെയ്യണമെന്നാണ് ചേച്ചി പറഞ്ഞത്. എന്ത് ടാർഗറ്റാ? മനുവേട്ടനെ വിവാഹം കഴിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കും, അങ്ങനെയാ എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ ചേച്ചിക്ക് ജോലി നോക്കി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ കൂടെ തന്നെ കാണുമല്ലോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി കാണാം, നമ്മുടെ മനുവേട്ടൻ്റെ കൂടെയല്ലേ എന്ന് പറയാണ്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിക്ക് അത് മാത്രമല്ല, ചേച്ചിയുടെ പപ്പയെ കണ്ടുപിടിക്കണം, മമ്മയെ കണ്ടുപിടിക്കണം, എല്ലാം ചേച്ചിയുടെ ലക്ഷ്യങ്ങളാണ്. അല്ല, ചേച്ചി പറഞ്ഞു അമ്മ അച്ഛനെയൊക്കെ അറിയാം, അവർ ചേച്ചിയുടെ മുമ്പിൽ തന്നെയുണ്ട്, പക്ഷേ അവർക്കറിയില്ല ചേച്ചി മകളാണെന്നുള്ള കാര്യമെന്നാ ചേച്ചി പറഞ്ഞത്. അതെന്താ സംഭവം? അതെന്താന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മേനെ അച്ഛനെ ആരാണെന്നറിയാം. ഞങ്ങൾ സ്നേഹനികേതത്തിന് പോന്നപ്പോൾ ബ്രിജിത്ത മമ്മി പറഞ്ഞയച്ചതല്ല ചേച്ചിയുടെ ജന്മരഹസ്യം എന്താണെന്നുള്ളത്. ഒരിക്കലും ചേച്ചി അറിയരുതെന്നായിരുന്നു വീട്ടുകാരുടെ ആവശ്യം. പക്ഷേ മരണസമയത്ത് ബ്രിജിത്ത മമ്മി അത് പറഞ്ഞു. ചേച്ചി കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുമെന്ന് പറഞ്ഞയച്ചതാ ചേച്ചീനെ. അതുകൊണ്ട് ചേച്ചി ആരോടും പറയാതെ നടക്കുക. പപ്പേനെ മമ്മീനെ ഒക്കെ ചേച്ചിക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. അയ്യോ, കഷ്ടമായിപ്പോയല്ലോ. അവരോട് തിരിച്ചറിയാമെങ്കിൽ ചേച്ചിക്ക് അവരോട് താമസിച്ചൂടെ? പക്ഷെ എന്ത് ചെയ്യാനാ, അവരൊക്കെ ഇപ്പോൾ വേറെ ഫാമിലി ആയില്ലേ. അന്ന് ചേച്ചിയുടെ പപ്പയും മമ്മി ആയിരുന്നവരെ ഇന്ന് വേറെ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെയാ, അതും 2 സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ളപ്പോൾ 2 കുടുംബം തകരില്ലേ. അതുകൊണ്ട് ചേച്ചി ഒരിക്കലും അങ്ങോട്ടേക്ക് പോയിട്ട് അവരോട് സത്യങ്ങളൊന്നും തുറന്നു പറയില്ല എന്ന് പറയുന്നുണ്ട്. വല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ, എല്ലാവരെയും അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്ത പോലെ ജീവിക്കാൻ. അല്ല, അതൊക്കെ ആരാണെന്ന് രേവതിക്കുട്ടിക്ക് അറിയോ? എന്നോട് പറയുകയാണെങ്കിലേ ഞാൻ എല്ലാം ശരിയാക്കി കൊടുക്കാം. അവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞ് ചേച്ചിയുടെ പപ്പയും മമ്മിയൊക്കെ ഞാൻ സെറ്റാക്കി കൊടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ചേച്ചി തന്നെ നേരത്തെ ചെയ്യുമായിരുന്നല്ലോ. ഇതിപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ചേച്ചി ഇങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. എങ്കിലും കഷ്ടമായി പോയല്ലേ എന്ന് പറയാണ്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, നാളെ ഞാൻ ആ വഴി വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ബന്ധുവീട്ടിൽ പോവാനാ. ബന്ധുവീട്ടിലോ? അതെ, മാമച്ചനങ്ങളുടെയും ഗ്രസമാൻ്റെയും ഏതൊരു ബന്ധുകാര് പാലയിലുണ്ട്. അങ്ങോട്ടേക്ക് വരുമ്പം അവിടെ കൂടി ഇറങ്ങാമെന്ന് കരുതി. കൃഷ്ണമോക്ക് സുഖമില്ലായിരുന്നല്ലോ, അവളെ കൂടി കാണാം. പിന്നെ അവിടെ വൈജയന്തിമാലയുണ്ടോ? പിന്നെ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ? ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. പകല് പോകും, വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പകൽ വരാം. അവരെ കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. നിങ്ങളുടെ അമ്മയൊക്കെ തന്നെ ശരിയാ, പക്ഷെ ചേച്ചിയോട് എന്തൊക്കെ ക്രൂരതയാണ് കാണിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് കാണുന്നോട് തീരെ താല്പര്യമില്ല. വേറൊന്നും വിചാരിക്കല്ലേ? ഹേയ്, എന്ത് വിചാരിക്കാനാ? ഇവിടുത്തെ അടിബഹളമൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കാറില്ല. ധൈര്യമായിട്ട് പോന്നോ, പകലേ വരാനുള്ളതേ ഉള്ളൂ. അമ്മയുള്ളപ്പോൾ വരണ്ട. നിങ്ങളെ നാണം കെടുത്തി അമ്മ പറഞ്ഞയക്കും. ഒന്നാമതേ ഇവിടെ ചേച്ചി കൂടി ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വന്നാലേ ചേച്ചി കൂടി അപമാനിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്ന് പറയാണ്. അത് ശരി, ആയിക്കോട്ടെ. കൃഷ്ണമ്മക്ക് പഠിത്തമില്ലല്ലോ? ഇല്ല, ഞങ്ങൾക്കെല്ലാം സ്റ്റഡി ലീവാ. രേവതിക്കുട്ടിക്ക് സ്റ്റഡി ലീവ് ഒന്നും ഇല്ലേ? ഇവിടെ അങ്ങനൊന്നും ഇല്ല. എന്നും കോളേജിൽ പോകണം. പിന്നെ നാളെ ലീവ് എടുക്കുക. ഏതൊരാൾ അസുഖമായിട്ട് കിടക്കുക, അയാളെ കാണാൻ വേണ്ടിയാണ് പോണത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരിയെന്നാ നാളെ കാണാമെന്ന് രോഹിത് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ടാക്കാണ്. രേവതിക്കുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ് അവന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഒരു മാറ്റം തനിക്കുള്ളിൽ സംഭവിക്കുന്ന പോലെ അവന് ഫീൽ ചെയ്യാണ്. അവിടെ ഇരുന്നുകൊണ്ട് പഴയ പ്രണയഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് രോഹിത് അന്ന് രേവതിക്കുട്ടിയുമൊത്ത് പാർക്കിലേക്കും ബീച്ചിലേക്കൊക്കെ പോയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. താക്കളെടുത്ത് ഒളിച്ചു വെച്ചതും
തനിക്ക് തരാൻ വേണ്ടി കാത്തുന്നതും എല്ലാം ഓർക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ വൈജയന്തി അവിടുന്ന് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞു. ബബിതയും കൃഷ്ണമോളും രോഹിത്തും സ്റ്റഡി ലീവ് ആയതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. സുനിത ജോലിയെല്ലാം തീർക്കുന്നുണ്ട്. ഈ സമയത്ത് രോഹിത്ത് വന്നിട്ട് പറയാണ്, ഇന്ന് രേവതിക്കുട്ടി വരും. രേവതിക്കുട്ടിയോ? അതെ. അതെന്താ ഇപ്പോൾ വരുന്നത്? ഇവിടെ ആരോ ഒരു കസിനെ കാണാൻ വരുക. അവർക്ക് അന്ന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയുണ്ട്. 3 പേരും കൂടിയാണ് വരുന്നത്. ആഹാ, അത് കൊള്ളാലോ, നല്ല സർപ്രൈസ് ആയല്ലോ. ഷോ, നമുക്ക് എവിടെങ്കിലൊക്കെ കറങ്ങാൻ പോയായിരുന്നല്ലേ. പിന്നെ അമ്മ വന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അലീന ചേച്ചിനെ ഇഷ്ടമില്ല. അപ്പോഴാ രേവതിക്കുട്ടി അങ്ങനെ വന്നെന്ന് അറിഞ്ഞാലേ അമ്മ ഉറഞ്ഞു തുള്ളും. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് പകൽ വന്നാൽ മതി, അമ്മ പോയിക്കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. അത് കൊള്ളാലോ, അതെന്തായാലും നന്നായി. അല്ലെങ്കിലേ ചേച്ചി അമ്മയുടെ വായിന്ന് വെറുതെ അവരൊക്കെ ഓരോന്ന് കേൾക്കണേ വന്നേനെ. ചേട്ടൻ്റെ കാര്യത്തിന് അവരെന്തോരം സഹായിച്ചതാ. അലീന ചേച്ചിയുടെ കാര്യം വന്നപ്പോഴും അവരല്ലേ ഇടപെട്ട് ചേച്ചി ഇറക്കാൻ സഹായിച്ചത് എന്നൊക്കെ കൃഷ്ണമോളും പറയാണ്. അങ്ങോട്ടേക്ക് ബാലൻ ഇറങ്ങി വരുന്നുണ്ട്. അച്ഛൻ ഓഫീസിലേക്ക് പോവാണോ? അതെ മക്കളെ, എല്ലാവരും ഒന്ന് പഠിച്ചോണം കേട്ടോ. അപ്പോഴേക്കും രോഹി പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് രേവതിക്കുട്ടിയും ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനങ്ങളും വരും. ആണോ? എപ്പോഴത്തേക്കാണ് വരുന്നത്? അത് അവർ ഉച്ചയാകുമ്പോഴേക്കും എത്തും. ഇവിടെ ഏതോ ഒരു റിലേറ്റീവിനെ കാണാൻ വരിക. സുഖമില്ലാതെ കിടക്കാണെന്നാ പറഞ്ഞത്. അവരെ കണ്ടിട്ട് ആ വഴിക്ക് ഇങ്ങോട്ട് വന്നിട്ട് പോകാന്നാ പറഞ്ഞത്. കൃഷ്ണമൊക്കെ സുഖമില്ലാതിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് അവളെ ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി വരാനിരിക്കുക. അല്ല, ഇവിടെ ഇപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോവാണല്ലോ. അച്ഛന് വരാൻ പറ്റുമെങ്കിൽ ആ സമയത്തൊന്ന് വന്നിട്ട് പോ. പക്ഷേ അമ്മേനെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാ. അമ്മ പോകുന്ന സമയത്ത് വന്നാൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. അതെന്താടാ? അമ്മയുടെ സ്വഭാവം അവർക്കറിയാമല്ലോ, അതുകൊണ്ടാ. അമ്മയെങ്ങാണം അവർ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഓർന്നൊക്കെ പറഞ്ഞ് അവരെ കൂടി മുഷിപ്പിക്കും. ചേച്ചിയുടെ കാര്യം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ വെറുപ്പിക്കും, അത് ഉറപ്പാ. അതുകൊണ്ട് അമ്മ പോയി കഴിയുമ്പോൾ വരാനാ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി. സുനിത അപ്പോഴേക്കും ഹാളിലേക്ക് വരാണ്. സുനിത, ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് എല്ലാം നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യണം. 3 പേര് വരും. ഉച്ചയാകുമ്പോഴേക്കും എല്ലാം അവർക്ക് ഫുഡൊക്കെ റെഡിയായിരിക്കണം. എന്തെങ്കിലും ഫിഷോ മീറ്റോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറയാണ്. ശരി, എന്നാൽ എത്രയും പെട്ടെന്ന് എല്ലാം കുക്ക് ചെയ്തോ. പിന്നെ അവരോട് വരുന്ന കാര്യം, ഇവിടുത്തെ മഹാറാണി ഉണ്ടല്ലോ, നിങ്ങളുടെ കൊച്ചമ്മ, അവൾ അറിയണ്ട എന്ന് സുനിതയോട് പറയാണ്. ശരി സാർ, ഞാൻ പറയില്ല എന്ന് സുനിത പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ അവിടുന്ന് പോവാണ്. ഈ സമയം കൃഷ്ണൻ ബബിതയും ഇന്ന് അടിച്ചു പൊളിക്കണം. രേവതിക്കുട്ടിയുടെ കൂടെ അന്ന് കൊല്ലത്ത് പോയപ്പോൾ എന്ത് രസമായിരുന്നല്ലേ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയായിരുന്നു. രോഹിയേട്ടാ, അമ്മ വരാൻ 4 മണിയാവും. നമുക്കപ്പോഴേക്കും എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയിട്ട് തിരിച്ചു വരാം. അത് പറ്റില്ലടി, കാരണം ഗ്രേസുമാരിയും മാമച്ചനങ്ങളും ഇല്ലേ, അവർ വരുമ്പോൾ എങ്ങനെയാ ഒരുമിച്ച് കറങ്ങാനൊക്കെ പോകാമെന്ന് പറഞ്ഞത്. അതും അവർ ഉച്ചയാവും വരുമ്പം. എങ്ങനെ പോയാലും ഒരു 2 മണിയിലും ആവും. പിന്നെ അമ്മ വരാൻ വെറും 2 മണിക്കൂർ മാത്രം. ആ സമയം കൊണ്ട് എവിടെ പോയിട്ട് വരാനാ? എവിടെ പോയിട്ട് വന്നാലും താമസിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണല്ലോ, നമുക്കിനി ഒരു ദിവസമേ അങ്ങോട്ട് പോകാം, എറണാകുളത്തേക്ക്. അമ്മ സമ്മതിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? നോക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത് മാത്രമല്ല, രേവതിക്കുട്ടി ഒരു കാര്യം കൂടെ പറഞ്ഞു, എല്ലാവർക്കും കൂടി കുളത്തൂപ്പുഴയ്ക്ക് പോകാന്ന്. അത് ശരിയാ, അല്ല ചേച്ചിനെ ഒന്ന് കാണാമല്ലോ എന്ന് കൃഷ്ണമ്മള് പറയുന്നുണ്ട്. നമുക്ക് 3 പേർക്കും കൂടി അത് മനുവേട്ടനെയും കൂട്ടണം. പിന്നെ രേവതിക്കുട്ടിയും മാമച്ചനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി, എല്ലാവരും കൂടി കുളത്തൂപ്പുഴയ്ക്ക് പോയിട്ട് അടിച്ചു പൊളിച്ച് 2 ദിവസം ചേച്ചിയുടെ കൂടെ എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമ്മള് പറയുന്നുണ്ട്, ശരിയാ, കുളത്തൂപ്പുഴ എന്നൊരു സ്ഥലം കയറിയിട്ടേ ഉള്ളൂ, ഒന്ന് കാണണം, എല്ലായിടം ചുറ്റും നടന്ന് കണ്ട് അടിച്ചു പൊളിക്കണം എന്ന് പറയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും നമുക്ക് ഈ കേസ് ഒന്ന് അറേഞ്ച് ചെയ്യണം. മനുവേട്ടൻ വരുവാണെങ്കിൽ നമുക്ക് അത് പിന്നെ ഓക്കെ ആവുമല്ലോ. കൃഷ്ണമോള് പറയാണ്. മനുവേട്ടനോട് ഒന്ന് മൂളയുടെ താമസം, ആളിവിടെ പറന്നെത്തും അങ്ങോട്ട് പോകാനായിട്ട്. അലീന ചേച്ചിയുടെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞാലേ പിന്നെ മുന്നും പിന്നെ നോക്കില്ല ആള്, അപ്പോഴേ സ്പോട്ടിലെത്തും എന്ന് പറയുന്നുണ്ട്. നോക്കാം, എന്നത്തേനാണ് പോകാൻ റെഡിയാവണേന്ന് ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കാം. അലീന ചേച്ചിയോടും സൗകര്യം എപ്പോഴാണെന്ന് ചോദിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാം. അതിന് അമ്മ സമ്മതിക്കും ഏട്ടാ. അമ്മ സമ്മതിക്കില്ലായിരിക്കും, പക്ഷെ നമുക്ക് സമ്മതിപ്പിക്കണം എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞാലെങ്കിലും നമ്മളിവിടുന്ന് പോകും എന്ന് രോഹിത് പറയാണ്. അങ്ങനെ അടുക്കളയിലേക്ക് ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി 3 പേരും കയറുമ്പം, അയ്യോ മക്കളെ, ഞങ്ങളെ സഹായിക്കണമെന്ന് വരണ്ട,
ഞാൻ തനിയെ ചെയ്തോളെന്ന് പറയുമ്പം അത് സാരില്ല ചേച്ചി, ഞങ്ങളൊരു സ്പെഷ്യൽ ഗസ്റ്റാ ഇന്നിങ്ങോട്ട് വരുന്നത്, ഞങ്ങളോട് സഹായിക്കാം. പിന്നെ പ്രത്യേക ഒരു കാര്യം, ദയവ് ചെയ്ത് അമ്മയോട് പറയരുത്, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് വരുന്നത്, അത് മതി പിന്നെ വഴക്കുണ്ടാക്കാൻ എന്ന് പറയുമ്പം ഇല്ല മക്കളെ ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹി കടയിൽ പോയിട്ട് കുറച്ച് ഐസ്ക്രീമും ഡെസേർട്ടും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ തണ്ണിമത്തങ്ങായും പൈനാപ്പിളും അങ്ങനെ കുറേ ഐറ്റം കൊണ്ടുവരാണ്. പൈനാപ്പിൾ കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട്, തണ്ണിമത്തങ്ങായും മുറിച്ച് അലങ്കാരം പോലെ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഡെസേർട്ടും ഐസ്ക്രീമും എല്ലാം റെഡിയാക്കാണ്. അങ്ങനെ രേവതിക്കുട്ടിയൊക്കെ ഏകദേശം 2 മണിയോടുകൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയെ കണ്ടപാടെ കൃഷ്ണമോൾ ഓടിച്ചെന്ന് ചേച്ചിന്നും പറഞ്ഞ് കെട്ടുപിടിക്കുകയാണ്. ബബിതി ആണെങ്കിലും രേവതിക്കുട്ടിന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട് അടുക്കളേക്ക്. അപ്പോഴേക്ക് രേവതിക്കുട്ടി പറയാണ്, എന്തായാലും അലീന ചേച്ചി പോയെങ്കിലും എന്നോടുള്ള സ്നേഹമൊന്നും കുറഞ്ഞില്ലല്ലോ. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ചേച്ചി പോയെങ്കിലേ എനിക്ക് വയ്യെന്നറിഞ്ഞ് രേവതിക്കുട്ടി ചേച്ചി ഇവിടം വരെ വരാൻ തയ്യാറായില്ലേ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അപ്പോഴേക്കും രോഹിത് ഇറങ്ങിയിട്ട് അങ്കിളെ ആൻറ്റി കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവർ അകത്തേക്ക് കയറി വരുമ്പോഴേക്കും സെർവൻ്റ് ഇവർക്കുള്ള ജ്യൂസുമായി വരുന്നുണ്ട്. ഇതാണോ പുതിയ സെർവൻ്റ് എന്ന് മാമച്ചൻ ചോദിക്കുമ്പം അതേ അങ്കിളെ എന്ന് പറയാണ്. അങ്ങനെ അവർ അകത്തേക്ക് പോകുമ്പോഴേക്കും ഇവർ 3 പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അല്ല അലീന മോള് പോയിട്ട് എങ്ങനെയുണ്ട് എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പം ചേച്ചി അവിടെ ഹാപ്പിയാ, ചേച്ചി ഓക്കെയാ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെയും വിളിക്കും, ആഴ്ചയിൽ 2-3 തവണ ഞങ്ങൾ ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കും. പിന്നെ ഇവർ രണ്ടുപേരും ഏതുനേരവും സംസാരം രേവതിക്കുട്ടിയും അലീനയും എന്ന് പറയാണ്. ചേച്ചി പോയെങ്കിലും ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ കാണാൻ വന്നല്ലോ എന്ന് ബബിത പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ മക്കളെ, 2-3 ദിവസം ഉള്ളെങ്കിലും നിങ്ങളോട് നിന്നപ്പോഴേ ഞങ്ങൾക്ക് എന്ത് ആശ്വാസമായിരുന്നു അറിയോ, നിങ്ങളും ഞങ്ങളുടെ രേവതിക്കുട്ടിയെ പോലെ തന്നെ ഞങ്ങൾക്ക് അലീനെ പോലെ തന്നെയാ എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട്. എന്തായാലും സമയമായി നമുക്ക് ഊണ് കഴിക്കാം എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതിക്കുട്ടി പറയാണ്, ദേ അങ്കിളെ ആൻറ്റി വെറുതെ ഷോ ഇറക്കണ്ട, മര്യാദയ്ക്ക് വരാൻ നോക്ക്, ജാടയൊന്നും ഇടണ്ട, ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഇവരെല്ലാം റെഡിയാക്കി കാണും എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് മാമച്ചൻ എഴുന്നേക്കാണ്. ഈ സമയത്താണ് ഒരു കാറിന്റെ സൗണ്ട് അവർ കേൾക്കുന്നത്. എല്ലാവരും ഒന്ന് ഞെട്ടി പുറത്തേക്ക് നോക്കുമ്പോൾ വേറെ ആരുമല്ല ബാലൻ തന്നെയാണ് കേട്ടോ. ബാലൻ അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പം മാമച്ചനെയും ഗ്രേസിനെയും കണ്ടിട്ട് രണ്ടുപേർക്ക് ഷേക്കാൻ കൊടുക്കുകയാണ്. ഇരിക്കിരിക്കെ മക്കൾ രാവിലെ പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന്, നിങ്ങളുടെ വരവിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോന്നു, നിങ്ങൾ ഈ സമയത്തേക്ക് വരുമെന്ന് രോഹി പറഞ്ഞിരുന്നു, എന്തായാലും ഇവിടെ വന്ന് ഉച്ചയൂണ് കഴിച്ചിട്ട് നിങ്ങളുടെ കൂടെ കുറച്ചിരുന്നിട്ട് പോകാമെന്ന് കരുതി എന്ന് പറയുന്നുണ്ട്. അല്ല വൈജയന്തി മേഡം എന്ന് പറയുമ്പം അവള് ഓഫീസിലേക്ക് പോയി, ജോലിക്ക് പോയി എന്ന് ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. രോഹിത്തും ബബിനും കൃഷ്ണമോളും കൂടി സെർവ് ചെയ്യുമ്പം സുനിത ഞാൻ സെർവ് ചെയ്യാന്ന് പറയാണ്. അത് സാറ് ലേശി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരോട് സെർവ് ചെയ്യുന്നുണ്ടേ. നമ്മുടെ രോഹിത്താണെങ്കിൽ രേവതിക്കുട്ടിക്കാണ് എല്ലാം കൊടുക്കുന്നത്. അതിനുശേഷം ഡെസേർട്ടും ഐസ്ക്രീമും എല്ലാം കൊടുക്കുന്നുണ്ട്. എടാ ഞങ്ങൾക്ക് കൂടി വിളമ്പടായെന്ന് മാമച്ചൻ പറയാണ് കേട്ടോ. അങ്കിളെ അധികമൊന്നും കഴിക്കണ്ട, ഷുഗറാണ്, ഐസ്ക്രീം കഴിക്കണമെന്ന് പറയുമ്പം എൻ്റെ രോഹിമോൻ സ്നേഹത്തോടെ ഒന്നല്ലേ ഞാൻ കഴിക്കുന്നു പറഞ്ഞിട്ട് മാമച്ചൻ ഞങ്ങളവിടുന്ന് കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം മാമച്ചൻ ഞങ്ങളും ഗ്രേസമ്മയാനിയും അതുപോലെ ബാലനും കുറേ നേരം സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻ ഓഫീസിലേക്ക് തിരികെ പോവാണ്. അപ്പോഴേക്കും മാമച്ചൻ വന്നിട്ട് രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടി നമുക്ക് പോകാം, സമയമായി, ദേ 3:30 എന്ന് പറയുന്നുണ്ട്. 4:04 ആകുമ്പോഴാ അമ്മ വരുന്നത്, അതുവരെ ഇരിക്കങ്ങളെ, അമ്മ വരാറാകുമ്പോൾ പോയാൽ മതിയെന്ന് രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോളും ബബിതയും രോഹിത്തും രേവതിക്കുട്ടിയും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. മാമച്ചനും ഗ്രേസമ്മ ആൻറ്റിയും കൂടി അവളുടെ ചുറ്റുകിടന്ന് കാണുന്നൊക്കെയുണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കായിരിക്കും. ഈ സമയത്ത് കൃഷ്ണമോളും ബബിതയും കൂടി ഗ്രേസമ്മ ആൻറ്റിയുടെ മാമച്ചങ്ങളോടും അലീനയുടെ ഓരോ കാര്യങ്ങൾക്ക് സംസാരിക്കുമായിരിക്കുവേ. അപ്പോൾ രോഹിത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആര് സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവരൊരു നോട്ട് ബുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ നോട്ട് ബുക്കിൽ നമ്മുടെ രോഹിത്ത് വരച്ച ചിത്രങ്ങളായിരിക്കും. രേവതി കൂടി തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ബബിലയും കൃഷ്ണമോളൊക്കെ അച്ചടിച്ചൊരു വരച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അലീന ചേച്ചിയുണ്ട്. ദാ 4ാം പേജിൽ തൻ്റെ മുഖം, ആഹാ ഇത് ഞാനാണല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല മറിച്ച് നോക്കുമ്പം നമ്മളുടെ ചിന്നുമോളുടെ ഫോട്ടോയുണ്ട്. അങ്ങനെ അലീന ചേച്ചി, ചിന്നുമോള്, മനുവേട്ടൻ എല്ലാവരുടെയും ഫോട്ടോ നല്ല മനോഹരമായി തന്നെ വരഞ്ഞിട്ടുണ്ട്.
ഇത്രയ്ക്ക് കഴിവുള്ള ആളാണോ രോഹിയേട്ടൻ എന്ന് ചോദിക്കുകയാണ്. ഡോറ് പതിയെ തന്നെത്താൻ അടയുന്നതായത് തന്നെ പതിയെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡോറ്. ഇവരത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഡോറ് പതിയെ അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ രോഹിയേട്ടാ, എന്തൊക്കെയാണ് രോഹിയുടെ കളക്ഷൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് കളക്ഷൻസ്, കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. ഈ സമയത്ത് ഇടുത്തി പോലെ നമ്മുടെ വൈജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാമച്ചൻ്റെ ഗ്രേസ്മയുടെ കാറ് കാണുമ്പം വൈജ ദേഷ്യത്തോടെ അകത്തേക്ക് കയറുന്നുണ്ട്. മാമച്ചനും ഗ്രേസ്മയും വാതിക്കെ നിൽക്കുമായിരിക്കും. അകത്തേക്ക് വരുമ്പോഴേക്കും അവരെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണബാബുജൻ ചോദിക്കുകയാണ്, അല്ല രോഹിയേട്ടൻ രേവതിക്കുട്ടി ചേച്ചി എവിടെ എന്ന് ഓർക്കാണ് രണ്ടുപേരും. ആ ചേട്ടൻ മുകളിലേക്ക് കൊണ്ടുപോയായിരുന്നു. എൻ്റെ ഈശ്വര, ആകെ പുലിവാലായല്ലോ. അങ്ങനെ ഇവൾ അകത്തേക്ക് കയറി വന്നിട്ട് ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് കയറുമ്പോഴാണ് മുകളിൽ നിന്ന് സംസാരം കേൾക്കുന്നത്. നമ്മുടെ വൈജയന്തി റൂമിലേക്ക് ബാഗ് വെച്ചിട്ട് സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. രോഹിത്തിൻ്റെ മുറിയിൽ നിന്നും ചിരിയും കളിയൊക്കെ കേൾക്കാം. അവള് ആ ഡോറ് തുറക്കുമ്പോഴേ കാണുന്ന കാഴ്ച രേവതിക്കുട്ടിയും രോഹിത്തും പരസ്പരം ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ. രേവതിക്കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ രോഹിത്ത്. അത് വേദനയല്ല, എന്തോ കളി പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ പിച്ചിതാണ് കേട്ടോ. തിരിച്ച് രേവതിയും പിച്ചിതാണ്. പക്ഷെ അവൾ നോക്കുമ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഈ കാഴ്ച കണ്ടപാടെ മുറിലേക്ക് കയറി വന്നിട്ട് രോഹിത്തിനെ പിടിച്ചിട്ട് ഒറ്റ അടിയായിരിക്കും. ഇറങ്ങടെ മൂദേവി എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാണ്ടേ നമ്മുടെ വൈജ അലറുന്നുണ്ട്. ഇത് കേട്ട് രേവതിക്കുട്ടി പേടിച്ച് നിൽക്കുകയാണ്. രേവതിക്കുട്ടിയുടെ നേരത്തെ കൈ വാങ്ങുമ്പോഴേക്കും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ രോഹിത്ത് അവളുടെ മുമ്പിൽ കയറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വൈദ്യരെ കൈ കയറി പിടിക്കുകയാണ്. വിഡ്രാൻ്റെ കൈ എന്ന് പറയുമ്പം അമ്മ എൻ്റെ തോന്നിവാസമായി കാണിക്കുന്നത്. അമ്മ എന്തിനാ അവൾക്ക് നേരെ കൈ വാങ്ങുന്നത്? അതിനെന്താ അവകാശം അമ്മയ്ക്കുള്ളത് എന്ന് ചോദിക്കുമ്പം പിന്നെ എല്ലാവരും താടി നിർത്തിയിട്ട് ആരോരുമില്ലാതെ മുറിൽ കയറി ഒറ്റയ്ക്ക് എന്നിട്ട് ഈ തോന്നിവാസം കാണിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണോടാ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളും തോന്നിവാസം കാണിച്ചെന്നാ അമ്മ പറഞ്ഞത്. ഞാൻ എൻ്റെ മുറി നിൽക്കുന്ന കാണിക്കുകയായിരുന്നു. ദേ എൻ്റെ ബുക്കും ഒക്കെ ഒന്ന് കാണിക്കുകയായിരുന്നു. ഞാൻ കണ്ടു വന്നപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. രേവതിക്കുട്ടി ആകെപ്പാടെ പേടിച്ച് നിൽക്കാണ്. എന്താടി അലീനാണ് പറഞ്ഞത് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അവൾ പോയപ്പോൾ ക്ലാസ് വന്നിട്ടാണ് പോയത്. ആണുങ്ങളെ എങ്ങനെ വളയ്ക്കണമെന്ന് നീ നിന്റെ തന്തയും തള്ളയെന്ന് പറഞ്ഞ് കൊണ്ടെടുക്കുന്നവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് എന്തിനാടി? ഇവനെ മയക്കാനോ? ആര് അലീനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടി നീ താഴേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് രോഹി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വൈജവർ പിന്നാലെ തന്നെ ഇറങ്ങി വരികയാണേ. മാമച്ചനങ്ങളും ഗ്രേസമ്മയാൻ്റെയും കൃഷ്ണമോളും അഭിജയൊക്കെ ഈ ഒരു വഴക്ക് കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെന്നപ്പോളേ രണ്ടുപേരും കൂടെ മുറിയിൽ സൊള്ളിക്കൊണ്ട് നിൽക്കുക. വേറൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്. അമ്മ എന്ത് കാര്യം പറഞ്ഞത്? അമ്മ അനാവശ്യം പറയരുത്. രേവതിക്കുട്ടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞങ്ങൾ അങ്ങനെ കരുതിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഞാൻ അവളും ഞുള്ളിയപ്പോൾ ഞാൻ തിരിച്ചു നുള്ളി. അത് ഇത്രയ്ക്ക് വലിയ കാര്യമാണോ? എൻ്റെ ഡ്രോയിങ്സൊക്കെ ഞാൻ കാണിക്കുകയായിരുന്നു അവളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, എന്തിനാ വൈജയന്തി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവർ അത്ര നല്ല കൂട്ടുകാരല്ലേ? അങ്ങനെ കരുതിയാൽ പോരെ? എന്തിനാ ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാനാണോ പറഞ്ഞുണ്ടാക്കിയതല്ല, കാണിച്ചു കൂട്ടുന്നത്. ആ അലീന പറഞ്ഞ് പിഴച്ചവളെ ഇവളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതായിരിക്കും എൻ്റെ മകനെ കറക്കാനായിട്ട്, അല്ലാതെ വേറെ എന്താ എന്ന് പറയുന്നുണ്ട്. ബബിതയും കൃഷ്ണമ്മളും പറയുന്നുണ്ട്, അമ്മേ അനാവശ്യം പറയരുത്. രേവതിക്കുട്ടി അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല, ഞങ്ങൾക്കറിയാം. ചേച്ചി അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. മാമച്ചൻ പറയാണ്, രോഹിതും ഈ ഇരിക്കുന്ന കുട്ടികളും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെ തന്നെയാ. ഞങ്ങൾക്ക് കുട്ടികളില്ല, അതുകൊണ്ട് ഇവർ ഞങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. ഇവരൊന്ന് 2 ദിവസം നിന്നപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഈ കൃഷ്ണമൊക്കെ സുഖയിലെന്ന് അറിഞ്ഞുകൊണ്ട് കാണാൻ വന്ന ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. മതി, കണ്ടു കഴിഞ്ഞല്ലോ, എല്ലാവരും പോയിക്കോ എന്ന് പറയുമ്പോൾ ഇവർക്ക് ആകെപ്പടങ്ങ് നാണക്കേടായിട്ടോ. അപ്പോഴേക്കും രോഹിത്ത് പറയാണ്, മാമച്ചനങ്ങളെ ഗ്രേസമ്യാരി രണ്ടുപേരോട് നിൽക്ക്. കാരണം ഇത് എൻ്റെ അമ്മയുടെ വീടല്ല, എൻ്റെ അച്ഛൻ്റെ വീടാ. അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാനുള്ള അവകാശമൊന്നും അമ്മയ്ക്കില്ല. എനിക്കുള്ള അവകാശം പോലും അമ്മയ്ക്കില്ലെന്ന് പറയുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് രോഹിയെ അടിക്കാൻ കയ്യൊങ്ങാണ് വൈജ. കൈ കയറി പിടിച്ചിട്ട്, അമ്മേ മതി, ഞാനേ കൊച്ചു കുഞ്ഞൊന്നുമല്ല എപ്പോഴും ഇട്ട് അമ്മയ്ക്ക് കൊട്ടാനായിട്ട്. മതി, മുമ്പേ അമ്മ തല്ലി, ഞാനത് ക്ഷമിച്ചു, ഇനി ഞാനത് ക്ഷമിക്കില്ല. രേവതിക്കുട്ടി ഞാൻ പറഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവരടുത്തൊരു കസിനെ കാണാൻ വന്നതാ. കൃഷ്ണമൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് കണ്ടുപോകാമെന്ന് കരുതിയാ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ അമ്മ കരുതുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. മാമച്ചൻ പറയാണ്, എന്നാൽ ശരി മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം. ഗ്രേസമ്യാനിക്കും വലിയ സങ്കടമായിട്ടോ. അപ്പോഴേക്കും ബബിത പറയാണ്,
നിങ്ങൾ സങ്കടപ്പെടുമൊന്നും വേണ്ട കേട്ടോ. അവിടെ വന്നപ്പോൾ ഞങ്ങളെ എത്ര നല്ല രീതിക്കാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അമ്മയ്ക്ക് പിന്നെ അങ്ങനത്തെ മാനേഴ്സും ഒന്നും അറിയില്ല. ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരോട് എങ്ങനെ സൽക്കരിക്കണം, എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ എന്ന് ബബിത ചോദിക്കുകയാണ്. ഞങ്ങളുടേതപ്പോൾ ഞങ്ങളെ പൊന്നുപോലെ രണ്ടുപേരും നോക്കിയില്ലേ, അതിൻ്റെ ഒരു കടപ്പാട് പോലും ഞങ്ങൾ വീട്ടിലില്ല. അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് പറയാണ്. മാമച്ചൻ പറയാണ്, ഇറ്റ്സ് ഓക്കെ, അതൊന്നും സാരില്ല മോളെ, ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങളെല്ലാം. വൈജനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതല്ലേ എന്നും പറഞ്ഞ് പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട്. വൈജയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. കൃഷ്ണമോള് പറയാണ്, ചേച്ചി എന്നെ കാണാൻ വന്നില്ലേ, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ശരി മോളെ, ഞങ്ങളങ്ങ് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടി അവിടുന്ന് പോവാണ്. അപ്പോൾ വൈജ് ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വന്ന് കയറിയവരോട് പോലും എനിക്കിവിടെ ഒരു അവകാശമില്ലെന്ന് നീയൊക്കെ പറഞ്ഞു വെച്ചേക്കാനാടാ, എല്ലാവരുടെ മുമ്പിൽ നീ നാണം കെടുത്തിയില്ലേ എന്ന് ചോദിക്കുമ്പം വന്ന് കയറി ഗസ്റ്റിനെ നാണം കെടുത്തിയത് അമ്മയല്ലേ, അവരോട് ഇറങ്ങിപ്പോവാൻ അമ്മ പറഞ്ഞില്ലേ, അതിലും വലുതൊന്നും അല്ലല്ലോ. അമ്മയുടെ വാഗൊണ്ട് അമ്മ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മ ഓർന്ന് ചെയ്യുന്നതിന് പ്രവൃത്തിയാ അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ കാരണമൊന്നുമല്ല. അമ്മ ചിന്തിക്കുന്നുണ്ടോ അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? എല്ലാവരോടും പക, ദേഷ്യം, വെറുപ്പ്, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അമ്മയുടെ മനസ്സിലെ വിചാരം, വൈജയന്തി മാത്രം, അല്ലാതെ വേറെ ആരുമില്ല. മക്കളുമില്ല, ഭർത്താവുമില്ല, കൂടപ്പറപ്പുമില്ല, സഹോദരങ്ങളുമില്ല, അമ്മയും അച്ഛനും ആരുമില്ല. ആരും അമ്മയ്ക്ക് വേണ്ട. അമ്മ സ്വാർത്ഥ എന്ന് പറയുന്നുണ്ട്. ഡാ, അവക്ക് വേണ്ടി നീ വെറുതെ എന്നോട് തട്ടിക്കയറണ്ട. രേവതിക്കുട്ടി എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. അമ്മ ഇനി എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇതുവരെ ഫ്രണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോവാണ്. കേട്ടില്ലടി, അവൻ പറഞ്ഞത് കേട്ടോ? വന്നു കയറിയ വലിഞ്ഞു കയറി വന്ന ആ അനാഥ പെണ്ണും അവളുടെ അനിയത്തി എന്ന് നടക്കുന്ന ഈ അനാഥയും ഇവളൊക്കെ കൂടിയാ അവന് വലുത്. അമ്മ ഇനി അങ്ങനെ പറയണ്ട. ചേച്ചിനെ അച്ഛൻ ദത്തെടുത്തതാ, അതുകൊണ്ട് ചേച്ചി അച്ഛൻ്റെ മകളാ. ആ പോയ ചേച്ചിനെ അവർ ദത്തെടുത്തതാ. അവർ കണ്ടോ എന്ത് കാര്യമായിട്ടാ ആ ചേച്ചി നോക്കുന്നേ, എന്ത് പൊന്നുപോലെ കൊണ്ടു നടക്കുന്നേ. അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ അഭിജങ്ങൾ കയറിപ്പോകുന്നുണ്ട്. അവക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പുകഞ്ഞങ്ങ് നിൽക്കുകയാണ്. അവരെയൊക്കെ മുമ്പിൽ വെച്ച് രോഹിത് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, അവർ രണ്ടുപേരെയും ഒരുമിച്ച് അങ്ങനെ കണ്ടതുകൊണ്ട് അവൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രണ്ടുപേരെയും മോശമായിട്ടാണ് കണ്ടതെന്ന് അവളുടെ മനസ്സിൽ വ്യാഖ്യാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈജ കടുപ്പിച്ച് നിൽക്കുകയാണ്. ഇതുപോലെ വരാൻ വന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ ഹൈപ്പും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.